ഹലോ ഫ്രണ്ട്സ്, നമ്മൾ +1 ഫിസിക്സ് ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്നു. ഒന്ന് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, 2 റൂൾസ് ടു ഫൈൻഡ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. രണ്ടും പരീക്ഷയ്ക്ക് പ്രാധാന്യമുള്ള ടോപ്പിക്കുകളാണ്. എ പാർട്ടിലോ ബി പാർട്ടിലോ ചില ക്വസ്റ്റ്യനുകൾ 2 മാർക്കിന് വരെയോ ചിലപ്പോഴൊക്കെ 3 മാർക്കിന് വരെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ ടോപ്പിക്കിൽ നിന്നൊക്കെ കാണാറുണ്ട്. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യത്തെ ടോപ്പിക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്താണെന്ന് പറയുന്നതിന് മുൻപ് നമുക്ക് മെഷർമെൻറ്റിൻ്റെ റിസൾട്ടിനെ പറ്റി ഒരു കാര്യം പറയാനുണ്ട്. അതായത് ദ റിസൾട്ട് ഓഫ് മെഷർമെൻറ്റ് ഈസ് എ നമ്പർ ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ റിലയബിൾ ഡിജിറ്റ്സ് പ്ലസ് ദ ഫസ്റ്റ് അൺസെർട്ടൈൻ ഡിജിറ്റ്. അതായത് എല്ലാ മെഷർമെൻറ്റുകളുടെയും റിസൾട്ട് എന്ന് പറയുന്നത് അതൊരു നമ്പറായിരിക്കും. അങ്ങനെയാണല്ലോ. നമ്മൾ ത്രാസിൽ അല്പം മാസ് അളന്നു കഴിഞ്ഞു, അളന്നപ്പോൾ കിട്ടിയത് ഇത്രയാണെന്ന് വിചാരിക്കുക. 21.667 കിലോഗ്രാം എന്നാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. നമ്മളൊരു മാസ് അളന്നു, അതിൻ്റെ റിസൾട്ടാണിത്. 21.67 കിലോഗ്രാം. ഇത്രയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ മെഷർമെൻറ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്ന ഒരു നമ്പറാണെന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ കൂടെ യൂണിറ്റും ഉണ്ടാവും. ഈ നമ്പറിൻ്റെ പ്രത്യേകത, ഈ നമ്പറിൽ നമ്പർ ഇൻക്ലൂഡ്സ് ഓൾ റിലയബിൾ ഡിജിറ്റ്സ്, എല്ലാ റിലയബിൾ ആയിട്ടുള്ള ഡിജിറ്റുകളും എന്ന് പറഞ്ഞാൽ നമുക്ക് 100% ഉറപ്പുള്ള വിശ്വസിക്കാവുന്ന എല്ലാ ഡിജിറ്റുകളും പ്ലസ് ഫസ്റ്റ് അൺസെർട്ടൈൻ ഡിജിറ്റ്, കൂടാതെ ആദ്യത്തെ അൺസെർട്ടൈൻ അഥവാ നമുക്ക് അത്ര ഉറപ്പില്ലാത്ത, അത്രമേൽ വിശ്വസിക്കാൻ പറ്റാത്ത, എറർ ഉൾക്കൊള്ളുന്ന ആദ്യത്തെ ഡിജിറ്റും ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ അക്കങ്ങളെല്ലാം റിലയബിൾ ഡിജിറ്റുകളും ഒടുവിൽ കാണുന്ന അക്കം അതാണ് അൺസെർട്ടൻ ഡിജിറ്റ് എന്നുമാണ്. അതായത് ഈ മെഷർമെൻറ്റിൽ എറർ ഉൾപ്പെടാൻ സാധ്യത ഈ പ്ലേസിൽ മാത്രമാണ്, അല്ലെങ്കിൽ ആ ഡിജിറ്റിൽ മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് 100% വിശ്വസിക്കാവുന്ന നമ്പറുകളാണ്. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് മെഷർമെൻറ്റ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. 21.6731 എന്നൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഉറപ്പുള്ള ഡിജിറ്റുകളും പ്ലസ് ആദ്യത്തെ അൺസെർട്ടൻ ഡിജിറ്റും മാത്രം എടുത്തെഴുതുക. അതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള അൺസെർട്ടൻ ഡിജിറ്റുകളൊന്നും നമ്മൾ പരിഗണിക്കരുത്. അത് റിസൾട്ടിനോടൊപ്പം എഴുതിയാലുള്ള കുഴപ്പം, റിസൾട്ടിൻ്റെ എറർ വീണ്ടും കൂടിപ്പോകും. അപ്പോൾ എറർ ഏറ്റവും മിനിമം ആക്കി നിർത്തുവാനും റിസൾട്ട് മീനിങ് ഫുൾ ആക്കുവാനുമായി നമ്മൾ ചെയ്യുക, എല്ലാ റിലയബിൾ ഡിജിറ്റുകളും എഴുതും പ്ലസ് ആദ്യത്തെ അൺസെർട്ടൻ ഡിജിറ്റും എഴുതും. തിരിച്ച് ചിന്തിച്ചാൽ ഏതൊരു റിസൾട്ട് കണ്ടാലും മനസ്സിലാക്കേണ്ടത് ഒടുവിൽ ഡിജിറ്റാണ് അൺസെർട്ടൈൻ ഡിജിറ്റ്, അതിന് മുമ്പിലുള്ളതെല്ലാം സെർട്ടൈൻ അല്ലെങ്കിൽ ഷുവർട്ടി ഉള്ള ഡിജിറ്റുകളാണ്. ഓക്കെ, ആ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്നുള്ള ചോദ്യം ഉയരുന്നത്. ദ റിലയബിൾ ഡിജിറ്റ്സ് പ്ലസ് ദ ഫസ്റ്റ് അൺസെർട്ടൻ ഡിജിറ്റ് ഇൻ എ മെഷർമെൻറ്റ് ആർ നോൺ ആസ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. അതായത് എല്ലാ റിലയബിൾ ഡിജിറ്റുകളും പ്ലസ് അതിൻ്റെ കൂടെ ആദ്യത്തെ അൺസെർട്ടൻ ഡിജിറ്റും കൂടെ ചേരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നു. നമുക്ക് വേണ്ടത് എങ്ങനെയാണ് ഒരു റിസൾട്ട് നമ്പറിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളുടെ എണ്ണം കണ്ടെത്തുക എന്നുള്ളതാണ്. എത്ര എണ്ണം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇതിന് കൂടെ ഒരു കാര്യം കൂടെ പറയാം. എന്തിനാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ കൺസെപ്റ്റ് ഉള്ളത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ, സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളുടെ എണ്ണം നമ്മൾ നടത്തിയ അളക്കൽ പ്രക്രിയയുടെ മെഷർമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മെഷർ ചെയ്തെടുത്ത ആ വാല്യൂവിൻ്റെ കൃത്യതയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കൃത്യതയെ ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്നുള്ള സങ്കല്പം ഉപയോഗിക്കുന്നത്. നമ്മുടെ സിലബസിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളിലൊന്ന് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൊന്ന് റൂൾസ് ടു ഫൈൻഡ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഒരു ഡിജിറ്റ് തന്നാൽ, ഒരു നമ്പർ തന്നാൽ അതിലെത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളുണ്ട് എന്ന് കണ്ടെത്താനുള്ള റൂൾസ് പഠിക്കുക. അപ്പോൾ അത് ഓരോന്നോരോന്നായി ഡിസ്കസ് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കുക. ഫസ്റ്റ് റൂൾ, ഓൾ ദി നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. എല്ലാ നോൺ സീറോ ഡിജിറ്റുകളും സിഗ്നിഫിക്കൻ്റ് ആണ്.
പൂജ്യമല്ലാത്ത എല്ലാ ഡിജിറ്റുകളും എവിടെ, ഏത് ഭാഗത്ത്, ഏത് പൊസിഷനിൽ, ഏത് പ്ലേസിൽ വന്നാലും അവയെല്ലാം എന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്നവയിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട് എന്ന് നമ്മൾ എഴുതാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളാം. ഫസ്റ്റ് 3, 8. അവിടെ 0 ഇല്ല, 2 ഡിജിറ്റുകളാണുള്ളത്. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഈസ് ഈക്വൽ ടു 2. അപ്പോൾ NSF എന്ന് എഴുതിയാൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. അടുത്ത ഡിജിറ്റ് എഴുതാം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. 1, 2, 3, 4, 4 എണ്ണം. അടുത്ത എക്സാമ്പിൾ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 1, 2, 3, 4, 5, 6. 6 നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് ഉള്ളത്. മുൻപ് നമ്മൾ സൂചിപ്പിച്ചതനുസരിച്ചാണെങ്കിൽ ഈ കാണുന്ന ഡിജിറ്റുകളിലെല്ലാം ആദ്യത്തെ ഫുൾ ഡിജിറ്റുകൾ റിലയബിൾ ഡിജിറ്റ്സും ഇതാണ് അൺസർട്ടൈൻ ഡിജിറ്റും. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇവയെ മൊത്തത്തിൽ ചേർത്താണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ രണ്ടാമത്തെ റൂളിലേക്ക് പോവുകയാണ്. 2. ഓൾ ദ സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അതായത് 2 നോൺ സീറോ ഡിജിറ്റുകൾക്കിടയിൽ, പൂജ്യമല്ലാത്ത 2 ഡിജിറ്റുകൾക്കിടയിൽ വരുന്ന പൂജ്യങ്ങളെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിളിൽ ഈ കാണുന്ന 0 നോൺ സീറോ ഡിജിറ്റായ ഇവയുടെയും ഇവിടെയും ഇടയിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ 0യെ നമ്മൾ എന്താക്കണം? സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പരിഗണിക്കണം. സോ ഇവിടെയുള്ള നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3, 4, 4 ആണ്. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. 1, 2, 3, 4, 5. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 5 ആണ്. ഈ കാണുന്ന 3 സീറോകളും നോൺ സിഗ്നിഫിക്കൻ്റ് ആയ, അല്ലെങ്കിൽ പൂജ്യമല്ലാത്ത നോൺ സീറോ ആയ 3നും 7നും ഇടയിൽ വരുന്ന സീറോസാണ്. അവയെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. അടുത്ത എക്സാമ്പിൾ നോക്കുക. 1, 2, 3, 4, 5. ഇവിടെയും നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 5 ആണ്. ഈ സീറോസ് എല്ലാം പരിഗണിക്കണം, കാരണം അവയെല്ലാം സീറോ അല്ലാത്ത ഡിജിറ്റുകൾക്കിടയിൽ വന്ന സീറോസാണ്. ഇപ്പോൾ 2 റൂൾസ് പഠിച്ചു, 2 ക്ലിയറായെന്ന് വിചാരിക്കുന്നു. നമ്മൾ മൂന്നാമത്തെ റൂളിലേക്ക് പോകുന്നു. പോകെ റൂൾസ് കൂടുതൽ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. തേർഡ് റൂൾ, ഇഫ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 1, അതായത് നമ്മുടെ ഡിജിറ്റ് 1ൽ താഴെയാണെങ്കിൽ, 1നേക്കാൾ ചെറുതാണെങ്കിൽ, ദ സീറോസ് ഓൺ ദി റൈറ്റ് ഓഫ് ഡെസിമൽ പോയിൻറ്റിൻ്റെ വലതുവശത്ത്, ബട്ട് ടു ദ ലെഫ്റ്റ് ഓഫ് ദി ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്, എന്നാൽ ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റിൻ്റെ, പൂജ്യമല്ലാത്ത ആദ്യത്തെ ഡിജിറ്റിൻ്റെ ഇടതുവശത്ത് കിടക്കുന്ന ഡിജിറ്റ്സ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അത്തരം സീറോകളൊന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ നമ്മൾ ഈ റൂള് വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം, അപ്പോൾ മനസ്സിലാവും. നമ്മൾ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇഫ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 1, നമ്മുടെ നമ്പർ ലെസ് ദാൻ 1 ആണെങ്കിൽ, അതായത് 1നേക്കാൾ കുറവാണെങ്കിൽ അത് എപ്പോഴും എങ്ങനെ സ്റ്റാർട്ട് ചെയ്യൂ? 0 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും, കാരണം അത് 1നേക്കാൾ ചെറുതാണ്. ദ സീറോസ് ഓൺ ദി റൈറ്റ് ഓഫ് ഡെസിമൽ പോയിൻറ്റിൻ്റെ വലതുവശത്തുള്ള സീറോകൾ, ഇത് ഡെസിമൽ പോയിൻ്റാണ്, അതിൻ്റെ വലതുവശത്തുള്ള സീറോസാണ് ഈ കാണുന്നത്, ആ സീറോകളും. എന്നാൽ ടു ദ ലെഫ്റ്റ് ഓഫ് ദി ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്, അപ്പോൾ അതിന് ശേഷം വന്ന 2 നോൺ സീറോ ഡിജിറ്റാണ് ഈ കാണുന്നത്, 3ഉം 2ഉം. അപ്പോൾ 0 ടു ദ റൈറ്റ് ഓഫ് ഡെസിമൽ പോയിൻ്റ്, പക്ഷേ ലെഫ്റ്റ് ടു ദി ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്. അപ്പോൾ ഈ 2 സീറോസിനാണ് ഈ ഉദ്ദേശിച്ചത്. ഇവ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? ദി ആർ നോട്ട് സിഗ്നിഫിക്കൻ്റ്, അവ സിഗ്നിഫിക്കൻ്റ് അല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കിയാൽ ഇത് സിഗ്നിഫിക്കൻ്റ് അല്ല, ഇത് സിഗ്നിഫിക്കൻ്റ് അല്ല, നമ്മളിത് പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യാം. ഇത് സിഗ്നിഫിക്കൻ്റ് അല്ല, ഇത് സിഗ്നിഫിക്കൻ്റ് അല്ല, ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്, ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് 2 എന്നെഴുതാം. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഇതല്ല, 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 ഇതാണ്. ഇനി ഇതാണോ, ഇതാണോ എന്ന് ചോദിച്ചാൽ ഈ സീറോയും അതിനടുത്ത സീറോയും 2 നോൺ സീറോ ഡിജിറ്റ്സിനിടയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് അവയെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. സോ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 4 ആണ്. അടുത്ത എക്സാമ്പിൾ നോക്കുക. ഇതല്ല, ബട്ട് 1, 2, 3 എന്നീ നമ്പറുകളെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇവിടെ 3 ആണ്. അപ്പോൾ ഐഡിയ ക്ലിയറായി വരുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളിവിടെ എഴുതിയ എക്സാമ്പിളിൽ
ഇതൊന്നും സിഗ്നിഫിക്കൻ്റ് അല്ല, എന്നാൽ ഇത് രണ്ടും സിഗ്നിഫിക്കൻ്റ് ആണ്. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് 2 ആണ്. ക്ലിയർ? അടുത്ത റൂളിലേക്ക് പോകുന്നു. 4ാമത്തെ റൂള്. ഫോർ എ നമ്പർ വിത്തൗട്ട് ഡെസിമൽ പോയിൻറ്റ്, ഡെസിമൽ പോയിൻ്റ് ഇല്ലാത്ത നമ്പർ, ഡെസിമൽ പോയിൻ്റ് ഇല്ല എന്ന് മനസ്സിലാക്കുക. ദ ടെർമിനൽ ഓർ ട്രെയിലിംഗ് സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അത് ഡെസിമൽ പോയിൻ്റ് ഇല്ലാത്ത ഒരു നമ്പറിൻ്റെ എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ 1200 എന്നെടുക്കുക, ഒരു നമ്പറാണ്. ഇതിന് ഡെസിമൽ പോയിൻ്റ് ഇല്ല. ഈ നമ്പറിൽ ടെർമിനൽ അല്ലെങ്കിൽ ട്രെയിലിംഗ് സീറോസ്, ടെർമിനൽ അല്ലെങ്കിൽ ട്രെയിലിംഗ് സീറോ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വാലറ്റത്ത് കിടക്കുന്ന സീറോകൾ എന്നാണ്, ഒടുവിൽ കിടക്കുന്ന സീറോസ്. അത് എത്ര എണ്ണം ഉണ്ടെങ്കിലും, വേറെയും ഉണ്ടായിരുന്നെങ്കിൽ അവയെല്ലാം ചേർത്താണ് നമ്മൾ ട്രെയിലിംഗ് സീറോ അല്ലെങ്കിൽ ടെർമിനൽ സീറോ എന്ന് പറയുന്നത്. ആ സീറോകളെല്ലാം എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? നോട്ട് സിഗ്നിഫിക്കൻ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എഴുതിയ എക്സാമ്പിളിൽ ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്, ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്, ഇത് രണ്ടും ട്രെയിലിംഗ് സീറോകളാണ്, അവർ സിഗ്നിഫിക്കൻ്റ് അല്ല. അതുകൊണ്ട് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഫിഗർ എത്ര കിട്ടുന്നു? 2 എന്ന് കിട്ടുന്നു. ഇത് നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. 4 സിഗ്നിഫിക്കൻ്റ്, 2 സിഗ്നിഫിക്കൻ്റ്. ഇത് ട്രെയിലിംഗ് സീറോ ആണ്, സിഗ്നിഫിക്കൻ്റ് അല്ല. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ്സ് 2 ആണ്. ഇവിടെ 2 സിഗ്നിഫിക്കൻ്റ് ആണ്, 3 സിഗ്നിഫിക്കൻ്റ് ആണ്. അടുത്ത 0 സിഗ്നിഫിക്കൻ്റ് ആണ്. അതിന് കാരണം 2 നോൺ സീറോ ഡിജിറ്റ്സിന് ഇടയിലാണ് അത് കിടക്കുന്നത്. എന്നാൽ ഇത് സിഗ്നിഫിക്കൻ്റ് അല്ല, കാരണം അതൊരു ട്രെയിലിംഗ് സീറോ ആണ്. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ്സ് 3 ആണ്. ഈ കേസിൽ ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്, എന്നാൽ ഈ കാണുന്നതെല്ലാം ട്രെയിലിംഗ് സീറോകളാണ്, അവയൊന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. അതുകൊണ്ട് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഫിഗർ ഇവിടെ 1 ആണ്. അപ്പോൾ 4ാമത്തെ റൂൾ നമ്മൾ പഠിച്ചു. ദെൻ 5ാമത്തെ റൂളിലേക്ക് കടക്കുന്നു. ഫോർ എ നമ്പർ വിത്ത് ഡെസിമൽ പോയിൻറ്റ്, ഇപ്പോൾ ഡെസിമൽ പോയിൻ്റ് ഉള്ള നമ്പറാണ്. ദ ട്രെയിലിംഗ് സീറോസ് ആർ സിഗ്നിഫിക്കൻ്റ്. അപ്പോൾ ഡെസിമൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ ട്രെയിലിംഗ് സീറോസ് എല്ലാം എങ്ങനെയാണ്? സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. എക്സാമ്പിൾ നോക്കാം. 20.00 എന്നാണ് എഴുതിയിരിക്കുന്നത്. 2 സിഗ്നിഫിക്കൻ്റ് ആണ്, എന്നാൽ ഡെസിമൽ പോയിൻ്റ് ഉള്ളത് കൊണ്ട് ട്രെയിലിംഗ് സീറോകളെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഇവിടെ 4 ആണ്. അടുത്ത എക്സാമ്പിൾ നോക്കുക. 43.00. 4ഉം 3ഉം നോൺ സീറോ ഡിജിറ്റാണ്, അവ എങ്ങനെ വന്നാലും സിഗ്നിഫിക്കൻ്റ് ആണ്. പിന്നെ ഇതൊരു ഡെസിമൽ ഉള്ള നമ്പറാണ്. ഈ കാണുന്നത് ട്രെയിലിംഗ് സീറോകളാണ്, അവയെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ്സ് 4 ആണ്. അടുത്ത എക്സാമ്പിൾ നോക്കുക. ആദ്യം 1, 2 ഇവ സിഗ്നിഫിക്കൻ്റ് ആണ്, നോൺ സീറോ ഡിജിറ്റ്സ്. അടുത്ത 0 സിഗ്നിഫിക്കൻ്റ് ആണ്, കാരണം 2 നോൺ സീറോ ഡിജിറ്റ്സിന് ഇടയിലാണ് കിടക്കുന്നത്. അപ്പോൾ 3 സിഗ്നിഫിക്കൻ്റ് ആണ്. അടുത്ത 0യും സിഗ്നിഫിക്കൻ്റ് ആണ്, കാരണം ഇതൊരു ഡെസിമൽ പോയിൻ്റ് ഉള്ള ഡിജിറ്റാണ്. ട്രെയിലിംഗ് സീറോകളെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. സോ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് 5 ആണ്. ഓക്കെ, അപ്പോൾ 5th റൂള് ക്ലിയർ ആയെന്ന് വിചാരിക്കണു. നമ്മൾ 6th റൂളിലേക്ക് പോകുന്നു. The power of 10 in scientific notation is irrelevant to the determination of significant figures. അതായത് നമ്മൾ സയൻറ്റിഫിക് നൊട്ടേഷൻസ് എഴുതുമ്പോൾ നമ്മൾ മുൻപൊരു ക്ലാസ്സിൽ പഠിച്ചില്ലായിരുന്നു, മൾട്ടിപ്പിൾസ് ആൻഡ് സബ് മൾട്ടിപ്പിൾസ് എന്നുള്ള കോൺസെപ്റ്റ്. അങ്ങനെയൊക്കെ എഴുതുമ്പോൾ 10ൻ്റെ പവറുകൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന കേസിൽ അല്ല കാര്യത്തിൽ ഇറലവൻ്റ് ആണ്, അവ പരിഗണിക്കേണ്ടതേ കാര്യമില്ല എന്നാണ് പറഞ്ഞത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഞാനൊരു ലെങ്ത് എഴുതാൻ കേട്ടോ. 23 × 10⁻³ മീറ്റർ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇതൊരു സയൻറ്റിഫിക് നൊട്ടേഷനാണ്, കാരണം നമ്മളത് വ്യക്തമായി 10ൻ്റെ പവർ ഉപയോഗിച്ച് സ്റ്റാൻഡേർഡ് യൂണിറ്റാണ് എഴുതിയിരിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് സയൻറ്റിഫിക് നൊട്ടേഷൻ. ഇതിലുള്ള നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 2 സിഗ്നിഫിക്കൻ്റ് ആണ്, 3 സിഗ്നിഫിക്കൻ്റ് ആണ്, 2 ഡിജിറ്റുകളാണ്, നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. പിന്നെയുള്ളത് ഈ കാണുന്ന 10ൻ്റെ പവറാണ്. 10ൻ്റെ പവർ ഇറലവൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇവിടെ എത്രയേ ഉള്ളൂ? നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇവിടെ 2 എന്ന് കിട്ടും. ഈ കേസിൽ ഇവിടെ -3 എന്നാണ് വന്നതെങ്കിലും നമ്മൾ ആ 10ൻ്റെ പവർ പരിഗണിക്കേണ്ടതില്ല. അവിടെയും അപ്പോഴും അത് ഇറലവൻ്റ് ആണ്. നമ്മൾ ഡിജിറ്റിലേക്ക് മാത്രം നോക്കിയാൽ മതിയാകും. ക്ലിയർ ആണല്ലോ? അങ്ങനെ 6 റൂളുകളാണ് നമുക്ക് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടെത്താനായിട്ട് പഠിക്കാനുള്ളത്. ഓരോന്നും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോ വീണ്ടും റിവൈൻഡ് ചെയ്ത് ഒരിക്കൽ കൂടി കാണാൻ ശ്രമിക്കുക. ഏതെങ്കിലും എക്സാമ്പിളിൽ സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ആശയം പറയുകയാണ്. അതിങ്ങനെയാണ്: എ ചോയ്സ് ഓഫ് ചേഞ്ച് ഓഫ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഡസ് നോട്ട് ചേഞ്ച് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ ദി മെഷർമെൻറ്റ്.
അതായത് നമ്മൾ അളന്നെടുത്ത മെഷർമെൻറ്റ് അതൊരു നമ്പർ ആയിരിക്കുമല്ലോ. ആ നമ്പറിനെ നമ്മൾ ഏത് യൂണിറ്റിൽ എഴുതുന്നു എന്നതുകൊണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഏത് യൂണിറ്റിൽ നമ്മുടെ മെഷർമെൻറ്റ് എഴുതിയാലും നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? തുല്യമായിരിക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാനതൊരു എക്സാമ്പിൾ എഴുതാം. ഒരു മെഷർമെൻറ്റ് എഴുതാം കേട്ടോ. 0.02308 മീറ്ററിലാണ്, അപ്പോൾ അത് ലെങ്ത് ആണെന്ന് നമുക്ക് മനസ്സിലായി. അടുത്തത് 23.08 മില്ലിമീറ്റർ. ഇതേ കാര്യം തന്നെയാണ്, അതിനെ മില്ലിമീറ്ററിൽ എഴുതിയെന്ന് മാത്രം. അടുത്തത് 23080 മൈക്രോമീറ്റർ. ഓക്കെ, 23,080 മൈക്രോമീറ്റർ. ഇത് മൂന്നും ഒരേ നീളം തന്നെയാണ്, പക്ഷേ 3 ഡിഫറൻറ്റ് യൂണിറ്റുകളിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം. ഇവിടെയൊക്കെയുള്ള നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നോക്കിയാൽ ഈ നമ്പർ, ആദ്യത്തെ നമ്പർ ലെസ് ദാൻ 1 ആണ്. ലെസ് ദാൻ 1 ആണെങ്കിൽ ഡെസിമൽ പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡിലും ആദ്യത്തെ നോൺ സീറോ ഡിജിറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുമുള്ള സീറോ നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്, അപ്പോൾ ഇയാളെ പരിഗണിക്കേണ്ടതില്ല. പിന്നെ 2 ഉണ്ട്, 3 ഉണ്ട്, അതിൻ്റെ ശേഷമുള്ള സീറോ പരിഗണിക്കാം, കാരണം അത് 2 നോൺ സീറോ ഡിജിറ്റിനിടയിലാണ് കിടക്കുന്നത്. സോ ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇവിടെ 4 ആണ്. അടുത്തത് 2, 3 സിഗ്നിഫിക്കൻ്റ് ആണ്. അടുത്ത സീറോ അത് നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയിൽ കിടക്കുന്ന സീറോ ആണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. 8 സിഗ്നിഫിക്കൻ്റ് ആണ്. സോ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇവിടെയും 4 ആണ്. അടുത്ത് 2308 ഇവയെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ സീറോ സിഗ്നിഫിക്കൻ്റ് ആകാൻ കാരണം മുമ്പ് പറഞ്ഞതുപോലെ 2 നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. എന്നാൽ ഇയാൾ സിഗ്നിഫിക്കൻ്റ് അല്ല, കാരണം ഡെസിമൽ പോയിൻ്റ് ഇല്ലാത്ത ഒരു നമ്പറിൻ്റെ ട്രെയിലിംഗ് സീറോകൾ സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇവിടെയും നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയായിട്ട് കിട്ടി? 4 ആയിട്ട് കിട്ടി. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഏത് യൂണിറ്റിൽ എഴുതിയാലും നമ്മുടെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മാറുവാൻ പാടില്ല എന്നുള്ളതാണ് ഇതിനകത്തെ വസ്തുത. ഓക്കെ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗറുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചു എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റൂൾസൊക്കെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീണ്ടും വീഡിയോ ഒരിക്കൽ കൂടെ കാണുക. എക്സാമ്പിൾസിൽ സംശയമുണ്ടെങ്കിൽ, കൂടാതെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയാത്ത സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ നമ്പറുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. കൂടുതൽ ടോപ്പിക്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.